ക്രിസ്മസ് ഒക്കെ ആയില്ലേ. അപ്പോൾ ഞാൻ വീട്ടിലിതേ പുൽക്കൂടൊക്കെ വെക്കാനുള്ള സെറ്റപ്പ് നോക്കാം കേട്ടോ. ആക്ച്വലി ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് 2 ആഴ്ചയെങ്കിലും ആയി കാണും. ഡിസംബർ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയതാണ്. അപ്പോൾ ഞാൻ ബാൽക്കണിയിൽ സെറ്റ് ചെയ്യാമെന്ന് കേട്ടോ കരുതുന്നത്, ഈ ഒരു പോർഷനിലായിട്ട്. അപ്പോൾ ക്രിസ്മസ് ട്രീയും മറ്റ് സാധനങ്ങളൊക്കെ ഇങ്ങനെ ബോക്സിലാക്കി എടുത്ത് വെച്ചായിരുന്നു, നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആ ബോക്സൊക്കെ എടുത്ത് ഇങ്ങനെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമോ ഏതൊക്കെ ബോക്സിലായിരിക്കുന്നത്. ഇനി ഓരോന്ന് കവറിലൊക്കെ ആക്കിയിട്ട് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പുൽക്കൂടും അതിൻ്റെ സെറ്റും എല്ലാം അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ ബോക്സ് ഞാനിങ്ങനെ ഓപ്പൺ ആക്കി നോക്കുകയാണ്, എല്ലാം തരം തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ മൾട്ടിപ്പിന്നും അതുപോലെ പ്ലഗും വയറും ഈ സ്റ്റാർ തൂക്കാനുള്ള കാര്യങ്ങളും അങ്ങനെ എല്ലാം ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനകത്തുനിന്ന് സ്റ്റാറും കുറച്ച് ട്രീ ഡെക്കറേഷൻ ഐറ്റംസും ഒരു ലൈറ്റും ഒക്കെയാണ് ഞങ്ങൾ സെപ്പറേറ്റ് മേടിച്ചുള്ളൂ. ബാക്കിയൊക്കെ റീയൂസ് ചെയ്യുവാണ്. നമ്മൾ നന്നായിട്ട് പാക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്കതൊക്കെ ഉപയോഗിക്കാം. എൻ്റെ സീരിയൽ സെറ്റ് വരെ ഇപ്പോഴും വർക്കിംഗ് ആട്ടോ. അത് ലാസ്റ്റ് ഇയറോ അതിന് മുന്നത്തെ ഇയറോ എന്തോ യൂസ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴും ഒരു പ്രശ്നവുമില്ല. നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഈ ബോക്സിനകത്ത് നിന്ന് എടുക്കുവാണ്. 3-4 സീരിയൽ സെറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഞാൻ സോർട്ട് ചെയ്ത് വെക്കുവാണ്. അങ്ങനെ ഓൾമോസ്റ്റ് ഞാൻ എല്ലാ ബോക്സിനും ഓപ്പൺ ആക്കി നോക്കി എന്തൊക്കെയുണ്ട്, ഇനി എന്തൊക്കെ വേണം എല്ലാം ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം നമുക്ക് ആവശ്യമുള്ളതൊക്കെ കിട്ടി, എല്ലാം സോർട്ട് ചെയ്ത് വെച്ചു. ഇനി സെറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാം കേട്ടോ. ഞാൻ സോർട്ട് ചെയ്ത് കാണിച്ചിട്ടേ എല്ലാം ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചേക്കുവാണ്. അപ്പോഴേക്കും പപ്പ വന്നായിരുന്നു. പപ്പ സ്റ്റാർ തൂക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുകളിൽ നിന്ന് തന്നെ താഴത്തേക്ക് സ്റ്റാർ ഇടാമെന്ന് കരുതുന്നത്. അപ്പോൾ അതേപോലെ വയറൊക്കെ സെറ്റാക്കി സ്റ്റാർ തൂക്കുവാണ്. ഞങ്ങൾ ഇപ്രാവശ്യം ഒരു വൈറ്റ് സ്റ്റാർ ആട്ടോ തൂക്കുന്നത്. അപ്പോൾ അതൊക്കെ പപ്പ സെറ്റ് ചെയ്ത് തരുവാണ്. അങ്ങനെ സ്റ്റാറിൻ്റെ പരിപാടി കഴിഞ്ഞു. സ്റ്റാറൊക്കെ തൂക്കി അടിപൊളി. ഇനി ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇവിടെ ഒരു ടേബിൾ ഇടാമെന്നാണ് കരുതുന്നത്. ടേബിൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പുൽക്കൂടൊക്കെ സെറ്റാക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ടേബിൾ ഞാനും പപ്പയും കൂടി പിടിച്ച് പുറത്തേക്ക് ഇടുവാണ്. അങ്ങനെ ടേബിളൊക്കെ ഇട്ട് സെറ്റാക്കി അത് കഴിഞ്ഞ് ഞാൻ പയ്യെ പുൽക്കൂടിൻ്റെ പരിപാടി നോക്കുകയാണ്. അപ്പോൾ പുൽക്കൂട് ഇങ്ങനെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം ഒറ്റ ദിവസം കൊണ്ടല്ല കേട്ടോ ചെയ്യുന്നത്, ഒരു 1-2 ദിവസമൊക്കെ എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. കാരണം ഈ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ബിസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുറേശ്ശെ ഓരോ ദിവസം കുറേശ്ശെ ചെയ്യുന്നത്. ഒരു 3 ദിവസം എടുത്തിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം ഓരോന്ന് ചെയ്യുവാണ്. ഞങ്ങളിവിടെ പ്ലാസ്റ്റിക് പുല്ലാട്ടോ വെക്കുന്നത്. പിന്നെ ഈ കയ്യിലിരിക്കുന്ന ഈ പൊതികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സേഫായിട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ണീഷുവിൻ്റെ സെറ്റിലുള്ള ഓരോ ക്യാരക്ടേഴ്സും നന്നായിട്ട് പേപ്പറിൽ പോയിട്ട് എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഓരോ പേപ്പർ തുറന്നിട്ട് ഇങ്ങനെ എല്ലാം വെക്കുവാണ് അതിനകത്തേക്ക്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. പുൽക്കൂടെല്ലാം റെഡി ആയിട്ടുണ്ട്. ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. എന്നിട്ടാണ് ഞാൻ താഴ്ത്തിറങ്ങിയിട്ട് നോക്കുന്നത്. അപ്പോഴാണ് അബദ്ധം ഞാൻ കണ്ടത്. മേശയുടെ താഴ്ഭാഗം മാത്രമേ കാണാനുള്ളൂ. സോ നെക്സ്റ്റ് ഡേ ഞാനിതെല്ലാം താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് കരുതി. മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ ട്രീ നേരത്തെ ഓപ്പൺ ആക്കിയിട്ടൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പുൽക്കൂടും ബാക്കി സാധനങ്ങളൊക്കെ താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് എല്ലാം ഒന്നും കൂടി ആദ്യം മുതൽ സെറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാൻ അത് നെക്സ്റ്റ് ഡേ ചെയ്യുന്നത്. കാരണം എല്ലാം ആദ്യം മുതൽ ചെയ്യേണ്ടി വന്നപ്പോഴേ കുറച്ച് പണിയായിപ്പോയി അത്. ക്രിസ്മസ് ട്രീ ശരിക്കും 3 പാർട്സ് ആയിട്ടാണ്. അപ്പോൾ താഴെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലാസ്റ്റിക് പുല്ല് അതിൻ്റെ ഒരു ഷേപ്പിൽ 2 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ആ സ്റ്റാൻഡ് അധികം കാണത്തില്ല. അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാട്ടോ ഇരിക്കുന്നത്, പുല്ലുകൾ ഇങ്ങനെ പീസായിട്ട്. ഇനി ഞാൻ ഓരോരോ ഉണ്ണീഷുവിൻ്റെ സെറ്റിനകത്തുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുവാണ്. ഞാൻ ഓരോരോ പീസുകൾ ഇങ്ങനെ വെക്കുവാണ്. നേരത്തെ മേളിൽ സെറ്റ് ചെയ്താണ്, ഇതെല്ലാം ഇനിയിപ്പോൾ താഴത്ത് സെറ്റ് ചെയ്യുവാണ്. പിന്നെ പറയാൻ മറന്നുപോയി, മേളിൽ ഒരു LED സ്റ്റാർ കൂടി ഇട്ടായിരുന്നു. പക്ഷേ ഞാൻ അത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി കേട്ടോ. അത് ലാസ്റ്റ് ഞാൻ ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാവേ.
പിന്നെ നിങ്ങളുടെ ക്രിസ്മസൊക്കെ എവിടം വരെയായി? എന്തൊക്കെയാണ് വീട്ടിലെ പരിപാടിയൊക്കെ? ഇനി ക്രിസ്മസിന് നിങ്ങളുടെ പരിപാടിയൊക്കെ എന്താണ്? പ്ലാനൊക്കെ എന്താണ്? അത് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എവിടെയെങ്കിലും ട്രിപ്പ് പോവുക എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ. ഞങ്ങൾക്കിവിടെ നോയമ്പൊക്കെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ നോയമ്പ് വീട്ടിലും ഫുഡ് അടിയും പരിപാടിയൊക്കെ ആയിരിക്കും ക്രിസ്മസിന്. അപ്പം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയട്ടെ. അതുപോലെ നിങ്ങളും ട്രീ വെച്ചോ, സ്റ്റാറൊക്കെ തൂക്കിയോ, എങ്ങനെയുണ്ടെന്നൊക്കെ പറയണേ. അപ്പോൾ ഇത് ഏകദേശം കഴിഞ്ഞു. ഇനി അതിനകത്തേക്കൊരു ലൈറ്റ് വെക്കുന്നുണ്ട്. പുൽക്കൂട്ടിനകത്തേക്ക് ഒരു ഗോൾഡൻ ലൈറ്റാണ് അത്. അപ്പോൾ അതങ്ങ് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിന് മുകളിൽ ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് പീസ് ആയതുകൊണ്ട് അതിന് മുകളിൽ പണ്ട് കുറേ വൈക്കോലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വൈക്കോലൊക്കെ വളരെ കുറച്ചുള്ളതുകൊണ്ട് ഞാൻ ഗിൽറ്റിൻ്റെ ഇങ്ങനെ ഒരു എന്താ പറയുക മാലയില്ലേ അത് ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് ജലദോഷമൊക്കെ അടിച്ചിരിക്കുന്നതുകൊണ്ട് സൗണ്ട് ഇച്ചിരി കുഴപ്പമുണ്ട്. അതാണ്. പിന്നെ ഞാൻ അതേ സീരിയൽ ലൈറ്റ് ഇട്ട് കൊടുക്കുകയാണ്. പുൽക്കൂട് ഫുള്ള് സീരിയൽ ലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ തന്നെയാട്ടോ ചെയ്യുന്നത്. അനിയൻ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവനെ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ അവനവിടെ പഠിക്കുകയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുക. ഞാൻ ഈ ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. എനിക്ക് ഹാഫ് ഡേ ക്ലാസ് ഉള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വന്നിട്ടുള്ള പരിപാടികളാണിത്. മൊത്തം 5 സീരീസ് ഇട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോൾ ഒരെണ്ണം ഞാൻ ആ പുൽക്കൂടിൻ്റെ മുകളിലിടുവാണ്. പിന്നെ 2 താഴത്ത് ഇങ്ങനെ 2 സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുക. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇട്ട് കൊടുക്കുകയാണ്. ബാക്കി 2 കൊണ്ട് ഞാൻ ട്രീയിലിടാമെന്നാണ് കരുതുന്നത്. അപ്പോൾ പുൽക്കൂടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ട്രീ ഡെക്കറേഷനിലേക്ക് കിടക്കുവാണ്. നല്ല രസമില്ലായിരുന്നു ആ സ്നോ ബോളിൻ്റെ സംഭവം. എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചാട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരുപാട് ടൈം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പകുതി കട്ട് ചെയ്തു. എന്നുവെച്ചാൽ ഫുൾ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നില്ല. ഈ മേരി ക്രിസ്മസിൻ്റെത് ഞാൻ നടുക്കിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതെൻ്റെ അമ്മ ഉണ്ടാക്കിയ കേട്ടോ. ഈ സാന്റാക്ലോസിനെ ഈ വൂളൻ ത്രെഡ് കൊണ്ട് ചെയ്യുന്നൊരു പരിപാടിയാണ് ക്രോഷറ്റ് ചെയ്യുന്നത് പറയാം. താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അമ്മയ്ക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞു ചാനലാണ്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ട്രീ ഡെക്കറേഷനും കഴിഞ്ഞിരിക്കുകയാണ്. ഇതാട്ടോ ഫൈനൽ റിസൾട്ട്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഡേ ടൈമിൽ എങ്ങനെയുണ്ടെന്ന് കണ്ടില്ലേ, ഇനി നൈറ്റ് എങ്ങനെയുണ്ടെന്ന് കണ്ടാലോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ആ താഴെ കാണുന്ന ഒരു ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്താൽ ഇനിയും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റേ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്.